for the nation. ഇപ്പോൾ വളരെ നന്നായി മലയാളം സംസാരിക്കുന്നു ഈ അഭിമുഖ സംഭാഷണത്തിലും. എങ്ങനെയാണ് അത് ഒരു നിഷ്ഠയോടുകൂടി ശ്രദ്ധയോടുകൂടി പഠിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ടോ, അല്ല അതങ്ങനെ വന്നു ചേർന്നു? ഇല്ല സാർ, ഞാൻ ആദ്യം കോലങ്ങൾ അഭിനയിക്കുമ്പം എനിക്കൊന്നും മലയാളം അറിഞ്ഞുകൂടാ, ഒട്ടും അറിഞ്ഞുകൂടാ കോലങ്ങൾ സമയത്തേക്ക്. അപ്പം KG ജോർജ് സാർ വന്നിട്ട് എനിക്കെല്ലാം പറഞ്ഞു തരും, ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സംടൈംസ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വളരെ ഇതായിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാക്കാനുള്ള ചില വേർഡ്സ് എനിക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിൽ എൻ്റെ അച്ഛനടുത്ത് ചോദിക്കും. അച്ഛൻ അത് എനിക്ക് തമിഴിൽ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാക്കി തരും. ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു അന്നത്തെ ആ ക്യാമറ, പിന്നെ അവരുടെ അസിസ്റ്റൻസ് പുഷ്പൻ, എല്ലാവരും അജയൻ ക്യാമറ, ഇവരെല്ലാവരും എനിക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു ഭാഷയിൽ നിന്ന് വരികയാണ് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ആദ്യത്തെ പടത്തിൽ തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഒരുമാതിരി വല്ലാതെ ആയിപ്പോയേനെ, എനിക്ക് വേണ്ട ഈ പടം വേണ്ട, എനിക്ക് പോയാൽ മതി, എനിക്ക് വേണ്ട എന്നുള്ള ആ തോന്നൽ എനിക്ക് കേരളത്തിൻ്റെ ഇതിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ട്രെയിനിൽ വരുമ്പം ഈ ട്രെയിനിൽ വരുന്ന സ്റ്റേഷനിൻ്റെ പേരൊക്കെ അത് എനിക്കൊരു സ്വഭാവമാണ്, എൻ്റെ ഡയറിയിൽ എഴുതും. എല്ലാ സ്റ്റേഷനും കൊല്ലം, എന്നിട്ട് കൊയിലോൺ, താഴെ അതിൻ്റെ കൊല്ലം എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ അത് നോക്കി കിറുക്കി എഴുതും. എന്നിട്ട് ആ കോവിൻ്റെ കൂടെ അടുത്ത സ്റ്റേഷനിൽ വരുന്ന വേറെ ഒരു വാക്കും കൂടെ ചേർത്ത് അങ്ങനെയൊക്കെ ഏതാണെന്ന് ചോദിച്ച് എൻ്റെ പേരെ ഞാൻ തന്നെ ഉണ്ടാക്കും, എൻ്റെ അച്ഛൻ്റെ പേരെ ഞാൻ ഉണ്ടാക്കും. അതായത് നോക്കി അതെല്ലാം നോക്കി ചെയ്യും. പിന്നെ സിനിമയുടെ പേരുകൾ, നാന, സിനിമാ മംഗളം, ചിത്രഭൂമി, ഇതൊക്കെ നോക്കും. സിനിമ തിയേറ്ററുടെ പേരുകൾ ഇതൊക്കെ. അന്ന് ഞാൻ കുണ്ടറായിലായിരുന്നു ഷൂട്ടിങ്. അന്ന് അവിടെ റിലീസായ പടം നീയാ ഞാന എന്നുള്ള ഏതോ ഒരു പഴയ പടം. ആ നീയാ ഞാന അത് എഴുതും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇത് എഴുതുമ്പോഴേക്കും നെടുമുടി വേണിച്ചേട്ടൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഇതൊക്കെ പറഞ്ഞു തരും. ഇതൊക്കെ എൻ്റെ കയ്യിൽ പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങനെ ഇതെല്ലാം റെഡി, കറക്റ്റാണോ, ഇത് ശരിയാണോ അങ്ങനെ സ്വയം തോന്നിയതാണ്. ഇന്ന് മലയാള സ്ക്രിപ്റ്റ് വായിക്കാനും എഴുതാനും അറിയാമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റാണ്. സംസ്കൃതം, അതുപോലെ തന്നെ ക്ലാസിക് നൃത്തരൂപങ്ങൾ, ഇവയിലൊക്കെയുള്ള ആ ഒരു അടിസ്ഥാനപരമായ താല്പര്യം, അതിൻ്റെ ഒരു വികസിത രൂപമാണോ, അതിൻ്റെ ഒരു ഇവല്യൂഷനാണോ ശ്രീമതി മേനകാ സുരേഷിന് ഈ മ്യൂറൽ ചിത്രകലയിലുള്ള അഭിനിവേശം? മ്യൂറൽ ചിത്രകല മുഖ്യമായും നമ്മുടെ ക്ലാസിക് കഥാതലങ്ങളിൽ നിന്നൊക്കെ, രാമായണത്തിൽ നിന്ന് കഥാസന്ദർഭങ്ങൾ എടുത്തിട്ടാണല്ലോ ഒരു ഷോ ഇവിടെ 2011 മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ നടന്നത്. എങ്ങനെയാണ് ആ ട്രാൻസിഷൻ, അല്ല ആ ഇൻട്രസ്റ്റിൻ്റെ ഒരു എക്സ്പാൻഷൻ എങ്ങനെയാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് എത്തി നിൽക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സാർ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ വീട്ടിലെ ഞാൻ തനിച്ചായല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ഇതിലൊക്കെ ഞാൻ എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തത്. ചെന്നൈയിൽ 8 ഇയേഴ്സ് ഞാൻ എൻ്റെ മോളും ഞാനും ഡാൻസ് ക്ലാസ്സിന് പോകുമ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും ചെയ്യണം, രാവിലത്തെ സമയം എന്തെങ്കിലും ചെയ്യും. കാരണം ഞാൻ അപ്പോൾ തിരിച്ച് അഭിനയിക്കുന്നതിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എന്നെ വിശ്വസിച്ച് സുരേഷ് ഏട്ടൻ വിട്ടിട്ട് പോയിരിക്കുകയാണ്. പിള്ളേരെ രാവിലെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോവുക, പാട്ട് ക്ലാസ്സിന് കൊണ്ടുപോവുക, പെയിൻറ്റിങ്ങിന് കൊണ്ടുപോവുക, ഭജന ക്ലാസ്സിന് കൊണ്ടുപോവുക. മാത്രമല്ല സാറ്റർഡേ സൺഡേ എൻ്റെ മക്കൾ 2 പേരും, കാരണം ഞാൻ തമിഴും സുരേഷ് ഏട്ടൻ മലയാളവും കൂടെ, അപ്പോൾ മാതൃഭാഷയും പിതൃഭാഷയും അറിഞ്ഞിരിക്കണം എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. അപ്പോൾ ശനിയാഴ്ച പിള്ളേരെ മലയാളം എഴുതിപ്പിക്കാനും ഞായറാഴ്ച തമിഴ് എഴുതിപ്പിക്കാനും 2 പിള്ളേരെ ഞാൻ പഠിപ്പിച്ചു. സ്കൂളിൽ അവർ സംസ്കൃതവും ഹിന്ദിയും ഇംഗ്ലീഷും ആണെങ്കിലും 2 പേരും തമിഴും മലയാളവും എഴുതും, വായിക്കും, സംസാരിക്കും. ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ തമിഴ് പറഞ്ഞാൽ തമിഴ് പോലെ പറയുക, മലയാളം പറഞ്ഞാൽ മലയാളം പോലെ പറയുക. ഈ ചെയ്യുവേനാക്കും ചെയ്തേനാക്കും അപ്പടി ചെല്ലലയാക്കും എന്ന് പറഞ്ഞ് 2ഉം കൂടെ മിക്സ് ചെയ്യരുത്. അത് ഒരു ഭാഷയ്ക്ക് ഒരു വൃത്തികേടാവരുത്. സോ നന്നായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ആ 2ഉം ആ പിള്ളേർ ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോർണിംഗ് അവേഴ്സ് ഹൗ ടു സ്പെൻഡ് മൈ ടൈം എന്നുള്ളത് ചിന്തിച്ചപ്പം അവിടുത്തെ ഹൗസ് വൈഫിനൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്നു എന്ന് പരസ്യം കണ്ടു. അങ്ങനെ ചെന്നൈയിൽ സ്വന്തമായിട്ട് കാർ ഓടിച്ച് എനിക്ക് എന്നും കൂട്ടെന്ന് പറയുന്നത് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളെക്കുറിച്ച് ഇപ്പോൾ വെറുതെ ഒന്ന് ഓർക്കുമ്പോൾ പ്രധാനപ്പെട്ട ഏതൊക്കെ കഥാപാത്രങ്ങളാണ് മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നത്? എന്ത് പറഞ്ഞാലും 100% ഓപ്പോളാണ്. ഓപ്പോള് കോലങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ പൊന്നും പൂമോ, വിൻസെന്റ് മാസ്റ്ററുടെ പടത്തിലാണ് പൊന്നും പൂമോ ഒക്കെ ചെയ്ത്. അതൊക്കെ ആകുമ്പോൾ അഷ്ടപതി, ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പടങ്ങളിൽ വളരെ ഇതായിട്ടുള്ളത്. പിന്നെ കുറേ ഗ്ലാമറും അതും ഒക്കെ വന്നു, അത് അങ്ങനെ. പക്ഷേ ഈ ഒരു 4-5 പടങ്ങളാണ് എനിക്ക് അന്ന്, അതായത് അഭിനയം എന്താണ് എന്ന് അറിയുന്നതിന് മുൻപ്
അവരെനിക്ക് തന്ന വലിയൊരു ക്യാരക്ടേഴ്സാണ്. അത് ചെയ്തതാണ് എനിക്ക് ഏറ്റവും. പിന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്തതിൽ എനിക്ക് വലിയ തോന്നുന്നില്ല. ആ സമയം തന്നെ നമ്മളെ വിശ്വസിച്ച് വരെ ഒരു അന്യനാട്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയുടെ കയ്യിൽ ഇത്രയും ഒരു അതായത് ഇപ്പം കോലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കോലങ്ങളുടെ പശ്ചാത്തലമേ വേറെയാണ്. ആ പാൽക്കുപ്പിയെ എടുത്തുകൊണ്ട് ഞാൻ പോകുന്ന രീതിയൊക്കെ കണ്ടിട്ട് എന്നോട് പറയായിരുന്നു, ആ സ്ഥലത്തിൽ പാൽക്കുപ്പിയും കൊണ്ട് വള്ളത്തിൽ പോകുന്നത് കണ്ട് മനസ്സിലാക്കിയിട്ടാണോ അഭിനയിച്ചത്? കാരണം ഞാൻ കേരളം കണ്ടിട്ടില്ല. പക്ഷെ അതേപോലെയായിരുന്നു അഷ്ടപതിയിൽ അമ്പലത്തിൽ വാരിയറായിട്ട് ചോറും കൊണ്ടുപോകുന്ന ആ ക്യാരക്ടർ ഗോപിച്ചേട്ടൻ്റെ കൂടെയാണ്, ബാബു നമ്പൂതിരി സാർ എല്ലാവരും. ആ ഒരു ഡിഫറൻസ് മാളുവായിട്ട് അഭിനയിച്ച ഓപ്പോൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, സേതുമാധവൻ സാർ ഷൂട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും MT സാർ അവിടെ സെറ്റിൽ വന്നിരുന്നു. സെറ്റിൽ വന്നപ്പം എനിക്ക് MT സാർ ആരാണെന്ന് അറിയില്ല, പൊന്നമ്മ ചേച്ചി ആരാണെന്നറിയില്ല, ബാലൻ കെ നായർ സാർ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ വന്നത് അടുത്ത സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പോൾ സേതുമാധവൻ സാർ പറഞ്ഞു, ഇതേ MT സാർ വന്നിട്ടുണ്ട്, ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഞാൻ ഹായ് അങ്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹായ് അങ്കിൾ എന്നല്ല പറയേണ്ടത്, കൈ രണ്ട് എടുത്ത് ഇങ്ങനെ തൊഴണം, വലിയ ആളാണ്, അറിയാമോ, വലിയൊരു റൈറ്ററാണ്. ഓ, തമിഴിലൊക്കെ കണ്ണദാസനൊക്കെ ഇരിക്കുന്നില്ലേ, തമിഴിലൊക്കെ വലിയ ഇവരില്ലേ, അതുപോലത്തെ ഒരു വലിയ ഇതാണെന്ന്. ഓ, നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ MT സാർ, ഞാൻ ശരിക്കും മാളുവായിട്ട് അഭിനയിക്കുന്ന ആ പടത്തിൽ എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന അപ്പുവിൻ്റെ കൂടെ ഞാൻ കളിക്കുക. ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ കളിക്കും. ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ കളം പറിച്ച് അതിലിങ്ങനെ ചാടി കളിക്കും. അതിൻ്റെ ക്യാമറാമാൻ വിപിൻ മോഹൻ സാറാണെങ്കിൽ ഒരു തത്ത ഉണ്ടാക്കി ആ തത്തയെ ഇങ്ങനെ പറപ്പിക്കും, എന്നിട്ട് ഞാൻ അതിനെ പിടിക്കും. ഇതാണ് ശരിക്കും ഓപ്പോൾ. പക്ഷെ ആ പടം കണ്ട ആ ഓപ്പോളെന്ന് ഞാൻ തന്നെ അങ്ങ് വരണ്ടു പോയി. അപ്പോൾ എന്നോട് MT സാർ ചോദിച്ചെന്ന്, സേതു എന്താ സേതു ഇത്, ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് എഴുതിയ ക്യാരക്ടറാണിത്, ഈ കുട്ടി ഭയങ്കര കൊച്ചായിരിക്കുകയല്ലേ, വളരെ കുട്ടിത്വമാണല്ലോ, പടത്തിൽ എങ്ങനെ ഇരിക്കും, എനിക്ക് ടെൻഷനായി എന്ന് പറഞ്ഞു. അപ്പോൾ സേതു സാർ പറഞ്ഞെന്ന്, പടം കണ്ടിട്ട് പറയുക, പടം കണ്ടിട്ട് പറഞ്ഞാൽ മതി, അവൾ ഇതിലാണ്, ഷോട്ടിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം, നീ പടം കണ്ടിട്ട് പിന്നെ പറഞ്ഞാൽ മതി. അവർ തമ്മിൽ സംഭാഷണം ഉണ്ടായിരുന്നു എന്ന് സേതുമാധവൻ സാർ പിന്നെ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ പടം കണ്ടപ്പം ഞാനേ അല്ല, എൻ്റെ സ്വഭാവമേ അല്ല. അപ്പം മൊത്തം ക്രെഡിറ്റ് എനിക്കല്ല, സേതുമാധവൻ സാറിനാണ്. കാണിക്കണം മാഡം, ആണുങ്ങൾ എന്താണെന്ന് ഇത് അറിയണം, അറിഞ്ഞാലേ അവർക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.